ഗുഡ് മോർണിംഗ് ഓൾ. +1 മാത്തമാറ്റിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് നമ്മുടെ 10th ചാപ്റ്റർ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ ബോർഡ് എക്സാമിന് വരുന്ന ചോദ്യങ്ങളും അവക്കുള്ള ഉത്തരങ്ങളുമാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2വിൽ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് പാർട്ട് 2 കാണേണ്ടത് എന്ന് ഞാൻ ആമുഖമായി ഉണർത്തുകയാണ്. ഇവിടെ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷനുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ഇക്വേഷൻ, ഒരു സ്ട്രൈറ്റ് ലൈൻ നോക്കൂ, എക്സ് ആക്സിന് പാരലാകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻ? ഈ സ്ട്രൈറ്റ് ലൈന് എക്സ് ആക്സിന് പാരലാണ്. ഈ ഒരു ഡിസ്റ്റൻസ് കെ ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷന് y = k ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ y ഡിസ്റ്റൻസ് ആണല്ലോ. ഈ ലൈനിൻ്റെ പ്രത്യേകത എല്ലാ പോയിന്റിലും y ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇക്വേഷൻ y = k ആയത്. 1ലൂടെ പാസ് ചെയ്യുമ്പോൾ y = 1, 4ലൂടെ ഇങ്ങനെ എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈന് പാസ് ചെയ്യുമ്പോൾ y = 4. അത് -3ലൂടെയാണ് പാസ് ചെയ്യുന്നത്. എക്സ് ആക്സിന് പാരലാണെങ്കിൽ y = -3 എന്ന് വരും. ഓക്കെ, അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി, y = k. എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? എക്സ് ആക്സിസ് 0ലൂടെ പാസ് ചെയ്യുന്നു, എക്സ് ആക്സിന് പാരലലാണ് എന്ന് പറയാം. അന്നേരം എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് ഈസ് y = 0. പലപ്പോഴും എക്സാമിന് ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് ഈസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അന്നേരം x = 0 അല്ല, y = 0 ആണ് എന്ന് ഓർത്തു വെക്കാം. പാരലൽ ടു എക്സ് ആക്സിസ് ആയ പോലെ പാരലൽ ടു y ആക്സിസും ആകാം. പാരലൽ ടു y ആക്സിസ് ആകുന്ന സമയത്ത് എന്തായിരിക്കും ഇക്വേഷൻ വരിക? ഇവിടെ ആരാണ് കോൺസ്റ്റന്റ്? ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് എക്സ് ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ദൂരം k ആണെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസ് k ആണെങ്കിൽ എക്സ് ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയി വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 5ലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നതെങ്കിൽ വെർട്ടിക്കൽ ലൈൻ 5ലൂടെ പാസ് ചെയ്താൽ x = 5, -1ലൂടെ പാസ് ചെയ്താൽ x = -1 അങ്ങനെ വരും. അപ്പോൾ y ആക്സിസിന്റെ ഇക്വേഷൻ എന്ത് വരും? x = 0. ഏത് ആക്സിസ് ആണോ പറയുന്നത് അതല്ലാത്തത് =0 എന്നുള്ളതാണ് ആക്സിസിന്റെ ഇക്വേഷൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ആദ്യത്തെ 2 ഇക്വേഷനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ശ്രദ്ധിക്കൂ. ഇവിടെ നമുക്ക് തരിക സ്ട്രൈറ്റ് ലൈനിലെ ഒരു പോയിന്റ് തരും. പോയിന്റിന് x1 y1 എന്ന് കൊടുക്കാം. നമുക്ക് തന്ന പോയിന്റാണ് x1 y1. പിന്നെ സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് തരും. ഇതാണ് രണ്ടാമത് തരുന്ന കാര്യം, സ്ലോപ്പ്. പിന്നെ ഒരു പോയിന്റ്. ഒരു ലൈൻ്റെ ഇക്വേഷൻ പറയണമെങ്കിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ലൈൻ്റെ ഇക്വേഷൻ പറയണമെങ്കിൽ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മുകളിലും 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് k ആണ് ഡിസ്റ്റൻസ്, മറ്റത് എക്സ് ആക്സിന് പാരലാണ് അല്ലേ. 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ തന്നിരിക്കുന്ന 2 കാര്യത്തിൽ ഒന്ന് പോയിന്റ് തന്നിട്ടുണ്ട്, മറ്റൊന്ന് സ്ട്രൈറ്റ് ലൈൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മ വേണം എന്താണ് സ്ലോപ്പ് എന്നൊക്കെ. ഓക്കെ, അന്നേരം ലൈൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷന് y - y1 = m × x - x1. എൻ്റെ കൂടെ ഒന്ന് പറയണേ, y - y1 = m × x - x1. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷന്. ഇവിടെ 2 കാര്യങ്ങളാണല്ലോ തന്നത്, സ്ലോപ്പും അതുപോലെ പോയിന്റും. അതുകൊണ്ട് ഈ ഫോമിന് നമ്മൾ പറയുന്ന പേര് പോയിന്റ് സ്ലോപ്പ് ഫോം എന്നാണ് പറയുക. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായാൽ ഇന്നത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ കേസിൽ ലൈനിലെ ഒരു പോയിന്റിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി തരും. രണ്ടാമത്തെ പോയിന്റ് ആണ് തരിക സ്ലോപ്പിന് പകരം. സത്യത്തിൽ സ്ലോപ്പിന് പകരം രണ്ടാമതൊരു പോയിന്റ് തന്നാൽ മതി. ഈ 2 പോയിന്റ് കിട്ടിയാൽ സ്ലോപ്പ് കിട്ടുമല്ലോ. എന്തായി ലൈൻ്റെ സ്ലോപ്പ്? y2 - y1 / x2 - x1. ഈ ലൈനും x1 y1ലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് y - y1 = m × x - x1ൽ y - y1നോ x - x1നോ വ്യത്യാസം ഉണ്ടാവില്ല. m മാത്രമാണ് വ്യത്യാസപ്പെടുക. ഇവിടുത്തെ m എന്താ വരിക? സ്ലോപ്പ് എന്താ വരിക? y2 - y1 / x2 - x1. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ജസ്റ്റ് m മാറ്റിയിട്ട് y2 - y1 / x2 - x1 എന്ന് കൊടുത്തു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഈ രൂപത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 2 പോയിന്റ് ആണല്ലോ തന്നത്. അതുകൊണ്ട് ഇതിനെ 2 പോയിന്റ് ഫോം എന്ന് പറയും. എന്താ പറയാ? 2 പോയിന്റ് ഫോം. പഠിച്ചല്ലോ. മൂന്നാമത്തെ ഇക്വേഷൻ പഠിച്ചല്ലോ. ഒന്ന് കോർഡിനേറ്റ് ആക്സിന് പാരലൽ ആയിട്ടുള്ളത്, 2 പോയിന്റും സ്ലോപ്പും ഉള്ളത്, 2 പോയിന്റ് ഉള്ളത്.
ഓക്കെ, ഇനി നാലാമത്തെ ഇക്വേഷൻ എല്ലാവരും ശ്രദ്ധിക്കൂ. നാലാമത്തെ ഇക്വേഷനിൽ നമുക്ക് തരുന്നത് സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് തരും, കൂടെ സ്ട്രൈറ്റ് ലൈൻ വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള വൈ ഡിസ്റ്റൻസ് തരും. സ്ലോപ്പ് തരും, സ്ട്രൈറ്റ് ലൈൻ വൈ ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള വൈ ഡിസ്റ്റൻസ് തരും. അതിനെ നമ്മൾ എന്താ വിളിക്കുക? വൈ ഇന്റർസെപ്റ്റ് എന്നാ വിളിക്കുക. വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, സി എന്ന സിമ്പിൾ ഞാൻ കൊടുക്കുന്നു. വൈ ഇന്റർസെപ്റ്റ്. സത്യത്തിൽ വൈ ഇന്റർസെപ്റ്റ് തരുമ്പോൾ ഒരു പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. സി തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് 0C ആണ് എന്ന. അപ്പൊ പോയിന്റും സ്ലോപ്പ് കിട്ടുമ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതേ ഫോം തന്നെയാണ് വരിക. പക്ഷെ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. അതെന്താണെന്ന് അറിയോ? y = mx + c. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ഇക്വേഷൻ ആണ് y = mx + c. ആരാ സി? സി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ്, എം എന്ന് പറയുന്നത് സ്ലോപ്പ്. പോയിന്റും സ്ലോപ്പും ഇന്റർസെപ്റ്റും ഉള്ള ഇക്വേഷൻ ആയതുകൊണ്ട് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്നാണ് പറയുക. നോക്കൂ, ഞാൻ ഇവിടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം 1 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടായിരിക്കും അല്ലെ? അതാണ് നമ്മൾ അഞ്ചാമത് എഴുതാൻ പോകുന്നത്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം 2. അപ്പൊ അവിടെ നമുക്ക് സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പിന്റെ കൂടെ എക്സ് ഇന്റർസെപ്റ്റ് ആയിരിക്കും നൽകുക. നേരത്തെ വൈ ഇന്റർസെപ്റ്റ് നൽകിയ പോലെ ലൈന് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അതിനെയാണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുക. ഡി എന്ന സിമ്പിൾ കൊടുക്കാം. അന്നേരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലോപ്പും പോയിന്റും തന്ന ഫലമാണ് അതിനുണ്ടാവുക. ഈ പോയിന്റ് D0 ആണല്ലോ. ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഇങ്ങനെയാ: y = m × x - d. y = m × x - d. രണ്ട് ഇക്വേഷൻ പഠിച്ചോ? y = mx + c and y = m × x - d. ഈ ചിത്രം, ഈ ഇക്വേഷൻ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, ആറാമത്തെ കാര്യം നോക്കൂ. ഇവിടെ നമുക്ക് തരുന്നത് സ്ട്രൈറ്റ് ലൈനിന്റെ രണ്ട് ഇന്റർസെപ്റ്റുകളും തരുന്നു. എക്സ് ഇന്റർസെപ്റ്റും തരുന്നു, എ എന്ന് കൊടുക്കാം. വൈ ഇന്റർസെപ്റ്റ് തരുന്നു, ബി എന്ന് കൊടുക്കാം. ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് എ, വൈ ഇന്റർസെപ്റ്റ് ബി. അന്നേരം രണ്ട് പോയിന്റ് തന്നതിന് തുല്യമാണ്. A0 0 B രണ്ട് പോയിന്റ് തന്നതിന് തുല്യമാണ് അല്ലെ? എന്തായിരിക്കും അതിന്റെ ഇക്വേഷൻ എന്നറിയോ? എല്ലാവർക്കും അറിയും. x/a + y/b = 1. x/a + y/b = 1 എന്നാണ് സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ആരാ എ? എക്സ് ഇന്റർസെപ്റ്റ്. ആരാ ബി? വൈ ഇന്റർസെപ്റ്റ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും പറയാം x/x ഇന്റർസെപ്റ്റ് + y/y ഇന്റർസെപ്റ്റ് = 1 എന്നും പറയാം. x/x ഇന്റർസെപ്റ്റ് + y/y ഇന്റർസെപ്റ്റ് = 1 എന്നും നമുക്ക് ഇത് പറയാം. ഇതാണ് ആറാമത്തത്. ഓക്കെ, ഇനി ഏഴാമത്തെ ഇക്വേഷൻ നോക്കൂ. ഇന്റർസെപ്റ്റ് ഫോം എന്നാണ് ഇത് അറിയപ്പെടുക. ഏഴാമത്തെ ഇക്വേഷനിൽ നമുക്ക് തരുന്നത് ഒന്ന് ഒറിജിനിൽ നിന്ന് സ്ട്രൈറ്റ് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി എന്ന് പറയും. ഇനി ഈ പെർപെൻഡിക്കുലർ എക്സാക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഒമേഗ. ഓക്കെ, എക്സാക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അതിന് ഒമേഗ എന്നാണ് പറയുക. അന്നേരം അതിന്റെ ഇക്വേഷൻ x cos ω + y sin ω = p എന്ന. x cos ω + y sin ω = p. ഡെറിവേഷൻ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ ഒരു ഫോമിൽ നമ്മൾ പറയുന്ന പേര് നോർമൽ ഫോം എന്നാണ്. ഏഴാമത്തെ ഫോമിന്റെ പേരെന്താ? നോർമൽ ഫോം. എല്ലാ ഫോമും കൃത്യമായിട്ട് പഠിക്കണം. ഫോം ബൈ ഹാർട്ട് ചെയ്യുന്നതിന് അപ്പുറം ഈ ഫിഗർ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം, ഈ ചിത്രം മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ടാണ് ഫോം ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ശരി, എട്ടാമത്തെ ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. എട്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കോളൂ. ഇവിടെ സ്ട്രൈറ്റ് ലൈനിന്റെ എന്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ? സ്ട്രൈറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ ആണ് പറയുന്നത്. x + by + c = 0. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് കൂടുതൽ സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ ഇക്വേഷനെ കുറിച്ച് മാത്രമാണല്ലോ സംസാരിച്ചിട്ടുള്ളത് അല്ലെ? ഇവിടെ എട്ടാമത്തെ നമ്പറാണ് കൊടുക്കേണ്ടത് കേട്ടോ. x + by + c = 0 ജനറൽ ഇക്വേഷൻ അല്ലെ? ഈ സ്ട്രൈറ്റ് ലൈൻ നോക്കൂ നിങ്ങൾ, ഇതിനെ ജനറൽ ഫോം എന്നാണ് പറയുക. ഈ ലൈന് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു എന്ന് കരുതുക. അന്നേരം എന്താ സംഭവിക്കുക? ഒറിജിനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റ് ടൈം ഉണ്ടാവില്ല. ഓക്കെ, ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ കോൺസ്റ്റന്റ് ടൈം ഉണ്ടാവില്ല, അത് 0 ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? x + by + c = 0. ഒരു ലൈൻ ഒറിജിനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിലെ കോൺസ്റ്റന്റ് ടൈം വാനിഷ് ചെയ്യും, ഡിസപ്പിയർ ചെയ്യും, അപ്രത്യക്ഷമാകും എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അത് ലൈൻ എന്നല്ല, എന്ത് ഒറിജിനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിലും അതിൽ പ്യുവർ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടേം ഉണ്ടായിരിക്കുന്നതല്ല. നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് എഴുതാം? by = -x എന്ന് എഴുതാം. y = -a/bx എന്ന് എഴുതാം അല്ലെ? y = -a/bx എന്ന് എഴുതാം. ആരാ -a/b? ഈ സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്. അതുകൊണ്ട് y = mx എന്ന് എഴുതാം. y = mx എന്ന് പറയുന്നത് ആണ് എന്ത്? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു ലൈനിന്റെയും ഇക്വേഷൻ. അപ്പൊ ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്.
ഓക്കെ, ഇനി അടുത്തത് ഒമ്പതാമത്തത്. ഇവിടെ നമ്പർ തെറ്റിയിട്ടുണ്ട്, ഇവിടെ 8 വേണം, ഇവിടെ 9. ഓക്കെ, ഒമ്പതാമത്തെ ഇക്വേഷൻ എന്താണെന്ന് അറിയോ? നോക്കൂ, രണ്ട് ലൈനുകളുടെ ഇന്റർസെക്ഷൻ. ഒരു ലൈൻ a1x + b1y + c1 = 0, മറ്റൊരു ലൈൻ a2x + b2y + c2 = 0. ഈ രണ്ട് ലൈനുകളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയത്. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റിലി മെനി ലൈൻസ് ഉണ്ട്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റിലി മെനി ലൈൻസ്. ആ ഇൻഫിനിറ്റിലി മെനി ലൈൻസിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയോ? ഫസ്റ്റ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ 0 ആണ്. a1x + b1y + c1 പ്ലസ് ലാംഡ ഇൻറ്റു a2x + b2y + c2 = 0. രണ്ട് ലൈനുകളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റിലി മെനി ലൈൻസ് ഉണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന. അതിന്റെ പൊതുവായിട്ടുള്ള ഇക്വേഷൻ ഫസ്റ്റ് ലൈൻ്റെ ലെഫ്റ്റ് സൈഡ് പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ലൈൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു 0. ഒരു എക്സാമ്പിളിന് വേണ്ടി, ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ ശ്രദ്ധിക്കൂ. ഒരു പോയിന്റ് ആണ് x1 y1. ഈ x1 y1ലൂടെ പാസ് ചെയ്യണം, കൂടെ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെയും പാസ് ചെയ്യണം. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ വരും അല്ലേ? ഈ ലൈൻ്റെ ഇക്വേഷൻ എന്ത് വരുമെന്നാണ് ഞാൻ പറഞ്ഞത്? a1x + b1y + c1 പ്ലസ് ലാംഡ ഇൻറ്റു a2x + b2y + c2 = 0. ഈ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് x1 y1 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? എക്സിന് പകരം x1 എന്നും വൈക്ക് പകരം y1 എന്നും കൊടുക്കുന്നു, ലാംഡ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ലാംഡ റീപ്ലേസ് ചെയ്യുന്നു. ഇത് സപ്ലിമെന്ററി സെക്ഷനിൽ പ്രത്യേകം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശരി, അപ്പൊ ഇത്രയും ഇക്വേഷൻ ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അത് വെച്ചുള്ള പ്രോബ്ലംസും കൂടെ പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയും, അതോടുകൂടി സ്ട്രെയിറ്റ് ലൈൻ്റെ റിവിഷൻ അവസാനിക്കും. ശ്രദ്ധിക്കൂ, ഒരു ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ട് ഓരോന്നും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഓക്കെ, ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട് x - √3y + 8 = 0. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈന് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതുക, ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതുക, നോർമൽ ഫോമിൽ എഴുതുക. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ലൈൻ അല്ലേ? ഇതാണ് ലൈൻ. ഈ ലൈൻ ഏത് ഫോമിലായി എഴുതേണ്ടത്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്നറിയപ്പെടുന്ന ഫോം y = mx + c ആണ്. y = ms + c യിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. y = യിലേക്ക് എഴുതണമെങ്കിൽ y ഉള്ള ടേം ഒരു ഭാഗത്തും ബാക്കി ടേം മറുഭാഗത്തും വെക്കണം അല്ലെ? y ഉള്ള ടേം ഏതാ? √3y -√3y -√3y വലത് ഭാഗത്ത് കൊണ്ടുപോവാ, x + 8 ഇടത് ഭാഗത്തുണ്ടാവും. തിരിച്ചെഴുതുമ്പോൾ √3y = s + 8 എന്ന് വരും. y = ആണല്ലോ കിട്ടേണ്ടത്, √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y = x/√3 + 8/√3 എന്ന് വരും. നോക്കൂ, y = mx + c എന്നായി. ആരാ m? 1/√3. ആരാ c? 8/√3. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ്റെ സ്ലോപ്പ് 1/√3 ആണ്, y ഇന്റർസെപ്റ്റ് 8/√3. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് കാണാനുള്ള ഫോർമുല -a/b. അപ്പോൾ -1/√3 1/√3 കിട്ടിയില്ലേ? y ഇന്റർസെപ്റ്റ് കാണാനുള്ള ഫോർമുല -c/b. എന്താ വരിക? -8/-√3. അപ്പോൾ 8/√3 കിട്ടും. ഇന്നലെ പഠിച്ചതും ഇന്ന് പഠിച്ചതും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ശരി, നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതാനാണ്. എന്താ ഇന്റർസെപ്റ്റ് ഫോം? x/a + y/b = 1. ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ കോൺസ്റ്റന്റ് ടേം റൈറ്റ് സൈഡിൽ 1 ആയിട്ട് കിട്ടണം. അപ്പൊ ഞാൻ കോൺസ്റ്റന്റ് ടേമിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ആദ്യം 8നെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോയി, എന്നിട്ട് -8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കി മാറ്റുകയാണ്. -8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കി ഈ 1ലേക്ക് മാറ്റണം. അപ്പൊ എന്തായി? x/a + y/b = 1 എന്നുള്ള ഫോമിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ഉദ്ദേശം. അതിന് x/a ഓക്കെയാണ്, പക്ഷെ y/b ഓക്കെ അല്ലല്ലോ. ഈ √3 കൂടെ താഴേക്ക് വരണ്ടേ? അപ്പൊ ആ √3 ഞാൻ താഴെ കൊണ്ടുവരുന്നു. മൈനസും മൈനസും പ്ലസ് ആയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരുന്ന അറിയോ? x/-8 പ്ലസ് x/-8 പ്ലസ് ജസ്റ്റ് പ്ലസ് ആക്കിയിട്ടേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് √3 താഴേക്ക് കൊണ്ടുപോകാം. ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതിയെന്നേ ഉള്ളൂ. x/-8 പ്ലസ് y/8/√3 = 1. നോക്കൂ, ആരാ x ഇന്റർസെപ്റ്റ്? -8. ആരാ y ഇന്റർസെപ്റ്റ്? 8/√3. കൃത്യമല്ലേ? നേരത്തെ കിട്ടിയതും y ഇന്റർസെപ്റ്റ് 8/√3 ആണല്ലോ. x ഇന്റർസെപ്റ്റ് എങ്ങനെയാ കിട്ടുക? x ഇന്റർസെപ്റ്റ് കിട്ടാനുള്ള ഫോർമുല -c/a അല്ലേ? -c/a എന്ത് വരും? -8/1 = -8. വെരി സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ സി നോർമൽ ഫോമിലേക്ക് മാറ്റാനാണ്. എന്താ നോർമൽ ഫോം? എല്ലാവർക്കും അറിയാം. എന്താ നോർമൽ ഫോം? x cos ω + y sin ω = p. നന്നായിട്ട് ശ്രദ്ധിക്കണേ, ഇതാണ് നോർമൽ ഫോം. ഇതിലേക്ക് മാറ്റാൻ ആദ്യം റൈറ്റ് സൈഡിലേക്ക് കോൺസ്റ്റന്റ് കൊണ്ടുപോകണം അല്ലേ? ഞാൻ കൊണ്ടുപോയി. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, p എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. p പോസിറ്റീവ് ആകണം. അതിന് -8 കൊണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 8 ആക്കി. ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഞാൻ കളർ മാറ്റിയതാണ്. ഈ ടേമിനെ എന്താക്കണം? പോസിറ്റീവ് ആക്കിയാലേ നമുക്ക് അടുത്ത സെക്ഷൻ ശരിയാവും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം? നോർമൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ചെയ്യുക രണ്ട് സൈഡും √(a² + b² കൊണ്ട്. ആരാ √(a² + b²? √(-1² + √3². √(a² + b² കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുക. അപ്പൊ √4 എന്ന് വരും = 2.
2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് സൈഡും. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം എന്തായി? -1/2x പ്ലസ് √3/2 y ഈക്വൽ 4 എന്നായി. x cos ഒമേഗ പ്ലസ് y sin ഒമേഗ ഈക്വൽ ടു p എന്നായി അല്ലേ? ആരാ കോസ് ഒമേഗ? കോസ് ഒമേഗ -1/2 sin ഒമേഗ √3/2. p ആണ് 4. നോക്കൂ, ഇനി ഒമേഗ കണ്ടുപിടിക്കണം. സൈൻ ഒമേഗ √3/2 ആണെങ്കിൽ ഒമേഗ ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? സൈൻ ഒമേഗ √3/2 ആണെങ്കിൽ ഒമേഗ π/3 ആണ്. പക്ഷേ സൈന് പോസിറ്റീവ് ആണ് ഇവിടെ, അതേ സമയത്ത് കോസ് നെഗറ്റീവാണ്. സൈന് പോസിറ്റീവ് കോസ് നെഗറ്റീവ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൈയിൽ നിന്ന് നമുക്ക് അറിയുന്ന ആംഗിൾ കുറക്കണം. π - π/3 എന്ന് വരും. ഒമേഗ ഈക്വൽ π - π/3 ഈക്വൽ 2π/3. അപ്പോൾ ഒമേഗക്ക് പകരം 2π/3 എന്ന് കൊടുത്താൽ ആൻസർ ആയി. നോർമൽ ഫോം ഈസ് x cos ഒമേഗ x cos 2π/3 പ്ലസ് y sin ഒമേഗ y sin 2π/3 ഈക്വൽ ടു 4. ഓക്കെ, ഈക്വൽ 4 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ ഈക്വൽ 2 എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം? ഈക്വൽ ടു 4 എന്നാക്കി മാറ്റണം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ 2 മാറ്റിയിട്ട് എന്താക്കുക? 4. ഓക്കെ, ശ്രദ്ധിക്കാം. x cos ഒമേഗ പ്ലസ് y sin ഒമേഗ ഈക്വൽ ടു p. അതിൽ p മാറ്റിയിട്ട് 4 ആക്കി. ഇവിടെ ശ്രദ്ധിക്കണേ, ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് ആ ലൈനിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് കിട്ടും. 2π/3 എന്ന 120 ഡിഗ്രിയാണ്. ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4. ആ പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രി. ഏകദേശം ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു കാര്യം പ്രത്യേകം വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ എ ആൻഡ് പാരലൽ ടു y ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എയിലൂടെ പാസ് ചെയ്യണം, y ആക്സിന് പാരലൽ ആയിരിക്കണം അല്ലേ? എയിലൂടെ പാസ് ചെയ്യണം, y ആക്സിന് പാരലൽ ആയിരിക്കണം. നമുക്കറിയാം y ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്താ? x ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആ x ഇവിടെ ആരാണ്? ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്? 2, 3യിലൂടെ. അപ്പൊ ഇവിടുത്തെ x ആരാ? x ഈക്വൽ ടു 2 അല്ലെ? 2, 3യിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. x ഈക്വൽ ടു 2. അപ്പൊ x ഈക്വൽ ടു 2 ആണ് ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഇനി പാരലൽ ടു y ആക്സിന് പാരലൽ ടു x ആക്സിസ് എന്നാണെങ്കിലോ y ഈക്വൽ ടു കോൺസ്റ്റന്റ് ആവും. അന്നേരം y ഈക്വൽ ടു 3 എന്നാവും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, എയിലൂടെ പാസ് ചെയ്യണം, സ്ലോപ്പ് 5 ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ബിയില് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്, പോയിന്റും സ്ലോപ്പും. അപ്പൊ പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഏതാ പോയിന്റ് സ്ലോപ്പ് ഫോം? y - y1 ഈക്വൽ ടു m × x - x1. x1 2 y1 3. ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തു, സ്ലോപ്പിന് വരെ 5 കൊടുത്തു. ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു, എക്സിനെ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതി. അപ്പൊ 5x - y 5x - y -7 = 0. എപ്പോഴും ആദ്യം x പിന്നെ y പിന്നെ കോൺസ്റ്റന്റ് എന്നുള്ള രൂപമാണ് ഭംഗിയുള്ള രൂപം. ഓക്കെ, ആദ്യം x പിന്നെ y പിന്നെ കോൺസ്റ്റന്റ്. അതിൽ x പോസിറ്റീവ് ആക്കി എഴുതലാണ് എപ്പോഴും നല്ലത്. എങ്ങനെ എഴുതിയാലും ഇക്വേഷൻ തന്നെയാണ്, എങ്കിലും അതിന്റെ ബ്യൂട്ടി അതാണ്. ഓക്കെ, ഇനി സി എന്താ ക്വസ്റ്റ്യൻ? 2 പോയിന്റിലൂടെയും പാസ് ചെയ്യണം, എയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യണം. അപ്പൊ എന്താ ഇക്വേഷൻ? y - y1 ഈക്വൽ ടു y2 - y1/x2 - x1 × x - x1. ഈ പോയിന്റുകൾ റീപ്ലേസ് ചെയ്ത് x1 y1 x2 y2 റീപ്ലേസ് ചെയ്തു ഞാൻ. അന്നേരം ഇവിടെ 2 എന്ന് വന്നു, ഇവിടെ -3 എന്ന് വന്നു. അപ്പൊ -2/3 എന്നായി. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3y - 9 ഈക്വൽ ടു -2x + 4 എന്ന് വരും. ഇനി 2x ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, 2x + 3y - 13 = 0. സിംപ്ലിഫിക്കേഷൻ ഒന്നും ഞാൻ വിശദീകരിക്കേണ്ടതല്ലോ. ശരി, അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, y ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്, x ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഫോം ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സ്ലോപ്പ് തന്നിട്ടുണ്ട്, y ഇന്റർസെപ്റ്റ് തന്നാൽ ഏത് ഫോം ഉപയോഗിക്കുക? y = mx + c. m-ന് പകരം -2/3 കൊടുക്കുന്നു, c-ക്ക് പകരം -6 കൊടുക്കുന്നു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്നു. ഓക്കെ, അടുത്ത കേസിൽ x ഇന്റർസെപ്റ്റ് ആണ് തന്നിരിക്കുന്നത്. y = m × x - d ആണ് ഫോർമുല. m-ന് പകരം -2/3 കൊടുക്കുന്നു, സ്ലോപ്പിന് പകരം d-ക്ക് പകരം 4 കൊടുക്കുന്നു. അന്നേരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സിമ്പിൾ ആണ്. നാലാമത്തെ ചോദ്യം നോക്കൂ. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ചിത്രം കണ്ടിട്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം AB എന്നുള്ള ലൈനിന്റെ ഇക്വേഷൻ എഴുതാനാണ്. ABക്ക് എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? ABക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്? ഒന്ന്, ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. ആ ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പൊ സത്യത്തിൽ ഇവിടെ എന്താ തന്നത്? പിയും ഒമേഗയും തന്നു. നോർമൽ ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിയും ഒമേഗയും തന്നാൽ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരെ പറ? ലൈനിന്റെ ഇക്വേഷൻ x cos ഒമേഗ പ്ലസ് y sin ഒമേഗ = p. ഒമേഗയ്ക്ക് പകരം 30 ഡിഗ്രി കൊടുക്കാം, പിക്ക് പകരം 2 കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തു. cos 30 ഡിഗ്രി √3/2, sin 30 ഡിഗ്രി 1/2. ഓക്കെ, 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം എന്ത് കിട്ടി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ √3x + y = 4 വരും. ഈ -4 = 0. അപ്പൊ സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ 2 കാര്യങ്ങൾ തന്നിട്ട് ഈ ലൈൻ ഇക്വേഷൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്.
എ എന്നുള്ള പോയിന്റിന്റെ ബി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് പല രൂപത്തിലും കണ്ടുപിടിക്കാം. ഒരു രൂപം ഞാൻ പറയാം. എയുടെ പ്രത്യേകത എന്താ? എക്സ് ആക്സിസും ഈ ലൈനും വൈ ആക്സിസും ഈ ലൈനും മീറ്റ് ചെയ്യുന്നു അല്ലേ? അത് ഈ ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എക്സ് 0 ആണ്. അപ്പൊ ഈ ലൈനകത്ത് എക്സ് ഈക്വൽ 0 എന്ന് കൊടുത്താൽ വൈ എന്താണെന്ന് കിട്ടും. ഓക്കെ, എക്സ് ഈക്വൽ 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ലൈനകത്ത് കൊടുക്കുക. എക്സ് ഈക്വൽ 0 എന്ന് കൊടുത്താൽ വൈ ഈക്വൽ എന്താ വരിക? വൈ മൈനസ് 4 0, വൈ ഈക്വൽ 4 എന്ന് വരും. അപ്പൊ 0 4 ആണ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്. ഒരു രൂപം അതാണ്. മറ്റൊരു രൂപം ഇത് വൈ ഇന്റർസെപ്റ്റ് കണ്ടാൽ മതി. ഈ ലൈനിന്റെ വൈ ഇന്റർസെപ്റ്റ് കാണുക. വൈ ഇന്റർസെപ്റ്റ് 4 എന്നാ കിട്ടുക. ഓക്കെ, മൈനസ് സി ബൈ ബി 4 എന്ന് കിട്ടും. അങ്ങനെയും നമുക്ക് 0 4 ആണെന്ന് പറയാം. അതേപോലെ ബിയുടെ കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടി രണ്ട് മാർഗമുണ്ട്. ഒന്ന് എന്ത് ചെയ്യുക? വൈ ഈക്വൽ 0 എന്ന് കൊടുക്കുക, അന്നേരം എക്സ് കിട്ടും. അല്ലെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് കാണുക, അന്നേരം എക്സ് ആയിട്ട് നമുക്ക് 4/√3 ആണ് കിട്ടുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. അടുത്ത ചോദ്യം ഒ സിയുടെ ഇക്വേഷൻ ആണ്. ഒ സി അല്ലേ? ഒ സിയുടെ ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് കാണാം. ഈ ഒ സിയും ഈ ലൈനും പെർപെൻഡിക്കുലറാണ്. ഈ രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടുമെന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ നടുവുള്ള സൈന് മാറ്റുക. അപ്പം 1 ഇങ്ങോട്ട് വരും, √3 ഇങ്ങോട്ട് വരും. അപ്പം എന്താ വരിക? എക്സ് √3 പ്ലസ് മാറ്റിയിട്ട് മൈനസ് ആക്കുക. എക്സ് മൈനസ് √3y പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ 0 എന്നാ വരിക. പക്ഷെ ഇവിടെ ഒറിജിനിലൂടെ അല്ല ഈ ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് മൈനസ് √3y ഈക്വൽ 0 എന്ന് വരും. അതാണ് ഒരു മാർഗം. മറ്റൊരു മാർഗം നോക്കൂ. ഇവിടെ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ ആണ് 30 ഡിഗ്രി. ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ് അല്ലേ? ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. ഒറിജിനിലൂടെ ഈ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഒക്കെ ഇക്വേഷൻ വൈക്കൽ mx ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇനി ആ എം കണ്ടുപിടിച്ചാൽ മതി നമുക്ക് അല്ലേ? ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണെങ്കിൽ എം എന്താ? tan 30 ഡിഗ്രി 1/√3. അപ്പൊ എമ്മിന് പകരം 1/√3 എന്ന് കൊടുത്തു. അപ്പൊ √3 ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. √3y ഈക്വൽ എക്സ്, അല്ലെങ്കിൽ എക്സ് മൈനസ് √3y ഈക്വൽ 0. എക്സ് മൈനസ് √3y ഈക്വൽ 0 കണ്ടുപിടിക്കാൻ ഒരു മാർഗമാണിത്. മറ്റൊരു മാർഗം ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ട് നടുവുള്ള ചിഹ്നം മാറ്റിയിട്ട് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് കോൺസ്റ്റന്റ് ടൈം 0 കൊടുത്താൽ മതി. അപ്പോഴും ഇത് കിട്ടും. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം സിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. ശ്രദ്ധിക്കൂ, സിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. സി എന്ന് പറയുന്നത് ഈ രണ്ട് ലൈനുകളുടെ ഇന്റർസെക്ഷനാണ്. അപ്പോൾ ഈ രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുക. നേരത്തെ രണ്ട് ലൈനുകളുടെയും ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇവിടെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് എക്സും വൈയും കാണാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കാണാം. ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ട് പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിനോമിനേറ്റർ ആരായിരിക്കും എന്നറിയോ? കോൺസ്റ്റന്റ് ടേം അങ്ങ് മറച്ചു വെക്കുക. കോൺസ്റ്റന്റ് ടേം മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ടേം ഉണ്ടല്ലോ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. √3 × √3 3 ആണ്, -3. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -3. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 1 × 1 മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ -3 -1 എന്ന ഡിനോമിനേറ്റർ വരിക. അതുപോലെ തന്നെ വൈയിലും ഡിനോമിനേറ്റർ വരെ -3 -1 എന്നാണ്. ഓക്കെ, എക്സും വൈയും കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ കാണാൻ വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് ടൈം മറച്ചു വെക്കുക, അത് ഹൈഡ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. √3 × √3 3, പിന്നെ ഒരു മൈനസ് ഉണ്ട്, അപ്പം -3 കിട്ടി. ദെൻ മൈനസ് ചെയ്യണം, എന്ത്? 1 × 1, അപ്പം -1 കിട്ടി. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഈ ന്യൂമറേറ്റർ കാണുമ്പോൾ എക്സിന്റെ ന്യൂമറേറ്റർ ആണ് വേണ്ടെങ്കിൽ എക്സ് മറച്ചു വെക്കുക. എക്സ് മറച്ചു വെച്ച് ബാക്കിയുള്ള ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 0 ആണ് കോൺസ്റ്റന്റ് ടൈം, അതുകൊണ്ട് 1 × 0 0, -√3 × -4 വരും. അപ്പോൾ -4√3 എന്ന് വരും ഇവിടെ ന്യൂമറേറ്റർ. ഓക്കെ, ശ്രദ്ധിക്കണം. ഓക്കെ, 0 -4√3. അതേസമയത്ത് രണ്ടാമത്തെ ഡിനോമിനേറ്റർ എന്താ വരിക? വൈ മറച്ചു വെക്കുക, ബാക്കിയുള്ളതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വലത് ഭാഗത്ത് നിന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. -4 × 1 -4, -√3 × -√3, അപ്പൊ എന്താ വരിക? +3 എന്ന് വരും. ഓക്കെ, -4 വൈ മറച്ചു വെച്ചു, അപ്പൊ 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. -4 -0 -3 -1. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏത് എക്സ് കോർഡിനേറ്റ് ആണോ കാണേണ്ടത് അതങ്ങ് മറച്ചു വെച്ച് ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വൈ കോർഡിനേറ്റ് കാണുമ്പോൾ വൈ മറച്ചു വെച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലത് ഭാഗത്തുനിന്ന് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈ ഒക്കെ കിട്ടും. ഓക്കെ, വെരി സിമ്പിൾ ആയിട്ട് എക്സും വൈയും കിട്ടും. അങ്ങനെ നമുക്ക് കോർഡിനേറ്റ് ഓഫ് സി √3 കിട്ടി. ഇതാണ് ഒരു മാർഗം. ഏത് രൂപത്തിന് സോൾവ് ചെയ്യാം, അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കേസിൽ സിയുടെ കോർഡിനേറ്റ് കാണാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, ഇവിടെ നിങ്ങളുടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ കോസ് തീറ്റ ആരാ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 cos തീറ്റ എന്നാണ് കിട്ടുക. 2 cos തീറ്റ എന്ന് വെച്ചാൽ 2 × √3/2. ഓക്കെ, 2 ക്യാൻസൽ ചെയ്തു, എക്സ് കോർഡിനേറ്റ് √3 കിട്ടി. അതേപോലെ വൈ കോർഡിനേറ്റ് 2 sin തീറ്റ എന്ന് വരും. 2 × 1/2 1 കിട്ടി. അങ്ങനെയും പറയാം. ട്രിഗണോമെട്രി മനസ്സിലാകുന്ന ആളുകൾക്ക് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചും ഇതിന്റെ കോർഡിനേറ്റ് പറയാം. ഒരുപാട് മാർഗ്ഗം ഞാൻ പറഞ്ഞു, ഇനിയും പല മാർഗ്ഗങ്ങളുണ്ട്, എല്ലാം കൂടെ ക്ലാസ്സിൽ പറയാൻ പറ്റില്ലല്ലോ. ശരി, അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കൂ.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 3 ലൈൻ കൺകറന്റ് ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? എന്താ കൺകറന്റ് എന്ന് പറഞ്ഞാൽ 3 ലൈനും ഞാൻ എഴുതിയിട്ടുണ്ട്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ 3 ലൈനും ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുക എന്നുള്ളതാണ്. 2 ലൈൻ പാരലൽ അല്ലെങ്കിൽ എന്തായാലും ഇന്റർസെക്ട് ചെയ്യും. 3-ാമത്തെ ലൈനും അതേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്റർസെക്റ്റിംഗ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് കെയുടെ വാല്യൂ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അതിന് കെ ഇല്ലാത്ത 2 ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോൾവ് ഏതൊക്കെ കെ ഇല്ലാത്തത്? 1ഉം 3ഉം കെ ഇല്ലല്ലോ. ആ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. അപ്പൊ ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പം ഇവിടെ നേരത്തെ മെത്തേഡ് അല്ല, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ തന്നെ മതി. നോക്കൂ, ഒന്ന് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 2x + 3x 5x - 5 = 0 എന്ന് കിട്ടും. ഓക്കെ, അന്നേരം 5x = 5 എന്നും x = 1. ഇവിടെ ഇതാണ് എളുപ്പമുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഇനി x = 1 എന്ന ഇക്വേഷൻ 1ൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈയുടെ വാല്യൂ കിട്ടും. y = എന്ത് കിട്ടി? 1 കിട്ടി. അതായത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ 1 1 ആണ്. ഈ ഒരു പോയിന്റ് കിട്ടി 1 1. ഈ ഒരു പോയിന്റിലൂടെ 3-ാമത്തെ ലൈനും പാസ് ചെയ്യുമ്പോഴാണ് കൺകറന്റ് എന്ന് പറയുക. ആ 3-ാമത്തെ ലൈനും ഇതിലൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3-ാമത്തെ ലൈനും ഇതിലൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്താ കെയുടെ വാല്യൂ എന്ന്? അപ്പൊ 1 1 എന്ന് 3-ാമത്തെ ലൈനിൽ ഇട്ട് കൊടുത്താൽ പോരെ? 1 1 എന്ന് 3-ാമത്തെ ലൈനിൽ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ 1 1 റീപ്ലേസ് ചെയ്യുമ്പോൾ 5 + k - 3 = 0. കെന്റെ വാല്യൂ എന്താ കിട്ടുക? കെയുടെ വാല്യൂ -2 എന്ന് കിട്ടും. ഓക്കെ, വെരി സിമ്പിൾ. കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതൊന്നും ഒരുപാട് പഠിക്കാനൊന്നുമില്ല. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. 3-ാമത്തെ ലൈൻ അതേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ 3-ാമത്തെ ലൈനിൽ റീപ്ലേസ് ചെയ്യുക. അന്നേരം കെയുടെ വാല്യൂ കിട്ടും. മനസ്സിലായല്ലോ? ശരി, 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി റൈറ്റ് ബൈസെക്ടർ ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിൻ ദി പോയിന്റ്സ് എ ആൻഡ് ബി. എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ റൈറ്റ് ബൈസെക്ടർ, ലംബ സമഭാജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 2 പോയിന്റുകളുണ്ട്, A 3 4 ആൻഡ് B -1 2. ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആയത്. ഇതിന്റെ റൈറ്റ് ബൈസെക്ടർ ആവേണ്ടത്. എന്താ റൈറ്റ് ബൈസെക്ടർ എന്ന് വെച്ചാൽ? ബൈസെക്ടർ ആയിരിക്കണം, ബൈസെക്ട് ചെയ്യണം, മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യണം, പിന്നെ റൈറ്റ് ആയിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ ഇതാണ് റൈറ്റ് ബൈസെക്ടർ. ഓക്കെ, ഈ റൈറ്റ് ബൈസെക്ടറിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ ഇക്വേഷന്? റൈറ്റ് ബൈസെക്ടർ എന്ന് പറയുമ്പോൾ, പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് ആണ് സ്ലോപ്പ്. ഓക്കെ, അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? എ ബിയുടെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് കിട്ടും. പിന്നെ ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് ഇത് മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് അറിയാമല്ലോ. x1 + x2/2 y1 + y2/2 വെച്ച് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാം. ഈ പോയിന്റും സ്ലോപ്പും കിട്ടിയാൽ പെർപെൻഡിക്കുലറിന്റെ ഇക്വേഷൻ കിട്ടുമല്ലോ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. മിഡ് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. 3 - 1/2 4 + 2/2. അന്നേരം 1 3 എന്ന് കിട്ടി. മിഡ് പോയിന്റ് കിട്ടി 1 3. ഇനി ഇതിന്റെ സ്ലോപ്പാണ് നമുക്ക് വേണ്ടത്. സ്ലോപ്പ് കിട്ടാൻ എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. y2 - y1/x2 - x1 ഒക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അത് വെച്ച് എ ബിയുടെ സ്ലോപ്പ് നമുക്ക് എന്താ കിട്ടുക? 1/2 എന്ന് കിട്ടുക. എ ബിന്റെ സ്ലോപ്പ് 1/2 ആണെങ്കിൽ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് എന്താ വരിക? അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ -2. അപ്പൊ ഇയാളുടെ സ്ലോപ്പ് -2 ആണ്. എയിലൂടെ പാസ് ചെയ്യുന്നു 1 3യിലൂടെ. സ്ലോപ്പും പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടിയാൽ ഇക്വേഷൻ കിട്ടുമല്ലോ. എന്താ ഇക്വേഷൻ പറ? റിക്വയർഡ് ഇക്വേഷൻ ഇസ് y - y1 = m × x - x1. കൃത്യമാണല്ലോ. ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് -2 കൊണ്ടും ഈ തന്നിട്ടുള്ള പോയിന്റ് കൊണ്ടും റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അത് ഏത് രൂപത്തിലാണോ ലൈൻ തന്നിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കലായിട്ട് ഈ ലൈൻ്റെ സ്ലോപ്പ് എത്തിക്കുക. എന്നിട്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അതിലൊരു പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി, അടുത്ത ചോദ്യം, 7-ാമത്തെ ചോദ്യം അതിപ്രധാനമായ ക്വസ്റ്റ്യനാണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റിന്റെ ഇമേജ് കണ്ടുപിടിക്കാനാണ്. ഒരു ലൈനിൽ ഒരു പോയിന്റിന്റെ ഇമേജ് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കൂ നിങ്ങൾ, 1 3 ആണ് തന്നിട്ടുള്ള പോയിന്റ്. ഓക്കെ, ലൈൻ ഇതാണ്. x - 3y + 4 = 0. ഈ പോയിന്റ്, ഈ ലൈനിലെ ഇമേജ് എന്ന് വെച്ചാൽ ഈ ലൈൻ ഒരു മിറർ ആണ് എന്ന് കരുതുക, ഒരു കണ്ണാടിയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിന്നെ പോയിന്റ് ഈ കണ്ണാടിയിൽ നമ്മൾ എവിടെ കാണുക? ഇത്ര ദൂരത്തിൽ ഇപ്പുറത്ത് കാണും അല്ലെ? അതേ ദൂരത്തിൽ ഇപ്പുറത്ത് കാണും. ഇവിടെ ആയിരിക്കും കാണുക. P' ആയിരിക്കും ആര് ഇമേജ് വരിക. ആ P' കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. P തന്നിട്ടുണ്ട്. P' കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ മതി. ഈ ഒരു പോയിന്റ് കിട്ടിയാൽ മതി. ഈ പോയിന്റ് നമ്മൾ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്നാ പറയാം. ഇത് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് അതിന്റെ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മിഡ് പോയിന്റ് ആയിരിക്കും ഈ 2 പോയിന്റുകളുടെ. അന്നേരം നമുക്ക് ഈ കോർഡിനേറ്റ്സ് കിട്ടും അല്ലെ? അപ്പൊ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കാണാൻ ചോദിച്ചാലും ഇതേ സ്റ്റെപ്പുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്താൽ പോരെ? ഈ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് കിട്ടുക? ഈ ലൈൻ്റെ ഇക്വേഷനിൽ നിന്ന് സ്ലോപ്പ് കിട്ടും. അപ്പൊ ഈ ലൈൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിട്ട് കിട്ടും. കൺസെപ്റ്റ് മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം. ഓക്കെ,
മാത്തമാറ്റിക്സ് ബേസ് ഉള്ളവർക്ക് എങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് കിട്ടിയാൽ ഈ ലൈൻ്റെ സ്ലോപ്പ് കിട്ടി, പിന്നെ ഈ ലൈൻ്റെ സ്ലോപ്പും പോയിന്റും കിട്ടി, ലൈൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ, സോൾവ് ചെയ്താൽ ഈ പോയിന്റ് കിട്ടിയല്ലോ. ഈ പോയിന്റ് കിട്ടിയാൽ മിഡ് പോയിന്റ് ഫോർമുല വെച്ചിട്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണേ. നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഇതാണ്, അതിൻ്റെ സ്ലോപ്പ് -a/b ആണ്. അന്നേരം എന്ത് കിട്ടും? -1/-3, ദാറ്റ് ഈസ് 1/3 എന്ന് കിട്ടി. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പാണ് 1/3. അന്നേരം ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ? പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് എന്താ? യെസ്, -3. ആ പെർപെൻഡിക്കുലറിന്റെ പ്രത്യേകത എന്താ? -3 ആണ് സ്ലോപ്പ് 1, 2 പാസ് ചെയ്യുന്നു. അന്നേരം ഇക്വേഷൻ y - y1 = m × x - s1. എമ്മിന് പകരം ഞാൻ എന്ത് കൊടുത്തു? -3 എന്ന് കൊടുത്തു. x1 പകരം 1ഉം y1 പകരം x1 പകരം എന്ത് കൊടുത്തു? 1 കൊടുത്തു. y1 പകരം 2 എന്ന് കൊടുത്തു. അന്നേരം അവനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി. 3s + y - 5 = 0. നോക്കൂ നിങ്ങൾ, ഈ ലൈന് ഇതിന് പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ വന്നത്. എന്താ ഇക്വേഷൻ വന്ന മാറ്റം? എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, നടുവിലെ ചിഹ്നം മാറ്റി. 3 ഇങ്ങോട്ട് മാറ്റി, 1 ഇങ്ങോട്ട് മാറ്റി, നടുവിലെ ചിഹ്നം പ്ലസ് ആക്കി. ഉണ്ടോ? പിന്നെ കോൺസ്റ്റന്റ് ടൈം മാറ്റി. പല രൂപത്തിലും ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. അതിൽ ഒരു രൂപം ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ പിന്നെ എല്ലാ രൂപം കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ശരി, അപ്പോൾ 3s + y - 5 = 0 ആണ് ആരുടെ ഇക്വേഷൻ? പെർപെൻഡിക്കുലറിന്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ കിട്ടി കേട്ടോ. ഈ 2 ലൈൻ സോൾവ് ചെയ്താൽ പോരെ? ഈ 2 ലൈൻ സോൾവ് ചെയ്താൽ ഈ പോയിന്റ് കിട്ടും. നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ആ 2 ലൈൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ ഒരു മാർഗ്ഗം ഉണ്ട്. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കാൻ. ഞാൻ ചെയ്യുന്നത് നേരത്തെ മെത്തേഡിലാണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. അവിടെ എന്താ ചെയ്തത് ഒന്നുകൂടെ ഞാൻ പറയാം. എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. നേരത്തെ പറഞ്ഞു, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 1 -1 × -3 +9 എന്ന് വരും. അതാണ് ഡിനോമിനേറ്റർ. 1 + 9 ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് കാണാൻ വേണ്ടി എക്സ് ഉള്ള ടൈം അങ്ങ് ഹൈഡ് ചെയ്യുക, എന്നിട്ട് ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 15 - 4. വെരി സിമ്പിൾ ആണ്. ഓക്കെ, എക്സിന്റെ ന്യൂമറേറ്റർ 15 - 4. അതേപോലെ വൈയുടെ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കുക. ഡിനോമിനേറ്റർ സെയിം ആണ്, 1 + 9. ന്യൂമറേറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? പറ. y ഹൈഡ് ചെയ്യുക, വലതു ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്യുക. 12 -5 + 5. മനസ്സിലായില്ലേ? വെരി ഈസിയാണ് കേട്ടോ. അപ്പോൾ x = 11/10 ആൻഡ് y = 17/10. അപ്പം എന്ത് കിട്ടി നമുക്ക്? ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ, ഈ പോയിന്റ് കിട്ടി. വളരെ പെട്ടെന്ന് നമുക്ക് എക്സും വൈയും ഒരുമിച്ച് കിട്ടും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് നന്നായിട്ട് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ നേരത്തെ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, ഇത് തെറ്റിപ്പോയാൽ മാർക്ക് കിട്ടില്ല. നേരത്തെ മെത്തേഡ് ആണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ശരി, അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയത്. ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 11/10 17/10. ഈ പോയിന്റും ഈ പോയിന്റും കിട്ടിയാൽ ഈ പോയിന്റ് കിട്ടാൻ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചാൽ മതി അല്ലേ? x1 y1 കിട്ടാൻ വേണ്ടിയിട്ട് എന്താ? x1 + 1/2 11/10, y1 + 2/2 17/10. ഓക്കെ, അപ്പോൾ നിക്കേറ്റ് ചെയ്ത് നോക്കൂ. അപ്പുറത്തുള്ള ഇങ്ങോട്ട് എഴുതിയതാണ് ഞാൻ. ആ സ്റ്റെപ്പ് ആവർത്തിച്ച് നിങ്ങൾ എഴുതേണ്ടതില്ല. ഓക്കെ, = 11/10. രണ്ടാമത് y1 + 2/2 = 17/10. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ആദ്യം ഈ 10ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 5 വരും അല്ലേ? എന്നിട്ട് ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം 6/5 വരും. അതേപോലെ ഇപ്പുറത്തും ചെയ്യാം. അപ്പോൾ y1 = 7/5 വരും. അപ്പോൾ x1 y1 കിട്ടിയല്ലോ. ഇതാണ് ഇമേജ്. 6/5 7/5. ഇമേജ് ഡയറക്റ്റ് ആയിട്ട് കാണാം കേട്ടോ. ഈ പോയിന്റ് കാണാതെ ഡയറക്റ്റ് ആയിട്ട് ഇമേജ് കാണാം. അതും ഏകദേശം ഇതേ മെത്തേഡൊക്കെ തന്നെയാണ്. എല്ലാം കൂടെ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. ഇതും വളരെ എളുപ്പമാണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമേജ് = 6/5 7/5. നന്നായിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള സപ്ലിമെന്ററി സെക്ഷനിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഈ ഒരു പ്രോബ്ലം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആണ്. എക്സാമ്പിൾ 20 ആയിട്ട് കൊടുത്തതാണ്. ശ്രദ്ധിക്കുക, 2 ലൈനിന്റെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യണം. പിന്നെയോ y ആക്സിന് പാരലലാണ്. അത്തരം ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഇതാണ് 2 ലൈന്. ഞാൻ അവസാനത്തെ റിസൾട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ലൈനുകളുടെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് + λ സെക്കൻഡ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് = 0. ലാംഡയ്ക്ക് പകരം അവർ k എന്നാണ് കൊടുത്തത്. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ലൈന് നേരത്തെ ഞാൻ അവിടെ ചിത്രം വരച്ചതിൽ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ ഒരു y ആക്സിന് പാരലാണെന്ന് പറഞ്ഞു. y ആക്സിന് പാരലാകുമ്പോൾ x = കോൺസ്റ്റന്റ് അല്ലേ വരിക? y ഉള്ള ടേം ഉണ്ടാവില്ല. അപ്പോൾ ഈ ലൈനിൽ y ഉള്ള ടേം ഉണ്ടാകാൻ പാടില്ല. y-യുടെ കോയിഫിഷ്യന്റ് 0 ആയിരിക്കണം. ആ y-യുടെ കോയിഫിഷ്യന്റ് കിട്ടാൻ വേണ്ടി ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്തു നോക്കൂ നിങ്ങൾ. 3k + 1, അതാണിത്. 3k + 1 × x. അടുത്ത എന്താ വരിക? k - 7 × y. ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്തു. എക്സും വൈ ഒക്കെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തു. പിന്നെ 5 - 7k = 0. ഇതാണ് വൈയുടെ കോയിഫിഷ്യന്റ്. y ആക്സിന് പാരലൽ ആയതുകൊണ്ട് y ഉള്ള ടേം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വരും? k - 7 = 0 എന്ന് വരും. k ന്റെ വാല്യൂ 7 കിട്ടി. അത് ഇവിടെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഈ x ആക്സിന് പാരലൽ ആണെന്ന് പറഞ്ഞാലോ 1 + 3k = 0 എന്ന് കൊടുക്കുക. ഓക്കെ, അന്നേരം കിട്ടും.
1+3k=0 എന്ന് കൊടുത്തിട്ട് k കണ്ടുപിടിക്കാം. ഇനി ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലോ, ഒരു പോയിന്റ് 1,1 പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കൊക്കെ 1 കൊടുത്തിട്ട് k കണ്ടുപിടിക്കാം. ഇനി വേറൊരു ലൈന് പാരലൽ എന്ന് പറഞ്ഞാലോ ആ ലൈനിന്റെ സ്ലോപ്പ് കാണാം. അതുപോലെ ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടുമല്ലോ, ഈ ലൈനിന്റെ സ്ലോപ്പ് -a/b, അത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് k ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി മറ്റൊരു ലൈൻ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാലോ ആ ലൈനിന്റെ സ്ലോപ്പ് കാണുക, ഈ ലൈനിന്റെ സ്ലോപ്പ് കാണുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടും എന്നുള്ള ആശയത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ +1-ലും സാധാരണ ക്ലാസ്സുകളിലും ചെയ്ത് കാണും. അതൊക്കെ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിവിഷൻ ക്ലാസ്സുകൾക്ക് പരിമിതികളുണ്ട്, എല്ലാം കൂടെ പറയാനേ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇനി ഒരു 2 ചോദ്യം കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എയും ബിയും സിയും ഒരു ട്രയാങ്കിൾ 3 വെർട്ടെക്സ് ആണ്. എയിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചത്. ഒരു ട്രയാങ്കിൾ നമുക്ക് വരക്കാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ ABC എന്നുള്ള ട്രയാങ്കിൾ ഞാൻ വരച്ചു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ABC എന്നുള്ള ട്രയാങ്കിൾ ഞാൻ വരച്ചു. എയിലൂടെ ഉള്ള ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് ഇതാണ് എ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരക്കുന്ന പെർപെൻഡിക്കുലറിനാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ബി ആണെന്ന് കരുതുക, ഇതാരാന്ന് കരുതുക, സി ആണെന്ന് കരുതുക. അപ്പോൾ ഈ പെർപെൻഡിക്കുലറിനാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുക. അതിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്താ ചെയ്യേണ്ടത്, ഒരുപാട് മാർഗ്ഗമുണ്ട്. ഒരു മാർഗ്ഗം BCയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. BCയുടെ ഇക്വേഷൻ, ഇതൊരു പോയിന്റ് ആണല്ലോ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടല്ലോ. പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ലെങ്ത് കണ്ടുപിടിച്ചാൽ, ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് കിട്ടും. BCയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആ ലൈനിലേക്ക് എയിൽ നിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഈ ലൈനിന്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്നിട്ടോ ആ 2 ലൈനുകളുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണാം, ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടുമല്ലോ, ഈ സ്ലോപ്പിന് നെഗറ്റീവ് റെസിപ്രോക്കൽ അതിന്റെ സ്ലോപ്പ് വരാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്ലോപ്പും പോയിന്റും കിട്ടി ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഓൾട്ടിറ്റ്യൂഡ്. മീഡിയൻ എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പോയിന്റിന് ഓപ്പോസിറ്റിന്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റിനാണ് എന്ത് പറയുന്നത്, മീഡിയൻ എന്ന് പറയും, മിഡ് പോയിന്റ്. ആ മീഡിയൻ, ഓൾട്ടിറ്റ്യൂഡ് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അടുത്തൊരു ചോദ്യം എന്താ, P is the length of perpendicular from the origin to the line whose intercept on the axis are AB. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതാണ് ചോദ്യം. ഇത് X ആക്സിസും Y ആക്സിസും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു ലൈന് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം A ആണ്, X ഇന്റർസെപ്റ്റ് A ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം Y ഇന്റർസെപ്റ്റ് അത് B ആണ്. ഓക്കെ, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിന് ഇങ്ങോട്ടുള്ള ദൂരം, ഒറിജിന് ഈ ലൈനിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ, ഓക്കെ, ഒറിജിന് ലൈനിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ഈ ദൂരം P ആണ്. ഓക്കെ, ഒറിജിൻ ഇങ്ങോട്ട് വരക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് P ആണ്. അങ്ങനെയാണെങ്കിൽ 1/p² = 1/a² + 1/b² എന്ന് കാണിക്കാനാണ്. ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, എന്താ, S/a + y/b = 1. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ c/√a² + b². ആ കേസിൽ 1/√1/a² + 1/b² എന്ന് വരും. അത് ഈക്വൽ ടു P എന്ന് കിട്ടി. എന്നിട്ട് അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നോട്ട്ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈൻ 2 സെക്ഷനായിട്ട് ഞാൻ വിശദീകരിച്ചു. ഒന്ന്, ജനറൽ ഇക്വേഷൻ തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇക്വേഷൻ ഓഫ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏകദേശം മൊത്തം ഉൾക്കൊള്ളുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമാണ് എന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പ്രചോദനമാകും എന്ന് മാത്രം ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നു. ഇതെങ്കിലും എല്ലാവരും നന്നായിട്ട് പഠിക്കണം. കൂടെ +1 നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കുള്ള ചോദ്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കിയിട്ട് മനോഹരമായി പഠിച്ച് നല്ല കോൺഫിഡൻസോട് കൂടി എല്ലാം പഠിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ എക്സാമിന് പോയി മുഴുവൻ മാർക്കും വാങ്ങാൻ എല്ലാവരും ശ്രമിക്കണം. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.